ഹാബിൽ ഇവിടെ വരുമ്പോൾ കെൻമീൻ്റെ പേജ് ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാം, അതിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു? ഞാൻ ജോയിൻ ചെയ്യുമ്പോഴോ 500 എത്രയോ കറക്റ്റ് നമ്പർ 500 എത്രയോ 500ന്റെ ആ റേഞ്ചിലാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം 2 years കഴിഞ്ഞില്ല അതിന്റെ ഇടക്ക്. പിന്നെ ഞാൻ വരുമ്പോ എനിക്ക് തോന്നുന്നു ഒരു 7,000 സംതിങ് ആണ്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഏകദേശം അടുത്ത മന്തിലേക്ക് 2 year ആവും. അപ്പൊ നമ്മളെ പേജിന്റെ ഫോളോവേഴ്സ് എത്ര? 44K. അതാണ്. അപ്പൊ ഈ 2 കൊല്ലം കൊണ്ട് ഞാൻ വരുമ്പോ 7,000, ഹാബിൽ വരുമ്പോ 500 ഉണ്ട്. 500 സംതിങ്. ഞാനും 7,000 സംതിങ് ആണ്. എനിക്ക് കറക്റ്റ് എക്സാക്ട് ഓർമ്മയില്ല. അപ്പൊ അതിലുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്ര ഒരു ടൈം പീരീഡിന്റെ ഉള്ളില് നല്ല ഫോളോവേഴ്സിന് നമുക്ക് കിട്ടിക്കണം. അതെന്തുകൊണ്ടൊക്കെയാണെന്ന് അറിയാം. ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമ്മളെ പേജിന്റെ ഒരു മെയിൻ കാര്യമാണ് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫസ്റ്റ് പറഞ്ഞത് കൺസിസ്റ്റൻസി, രണ്ടാമത് പറഞ്ഞത് കൺസിസ്റ്റൻസി. കണ്ടുപിടിക്കാനുള്ള മലയാളികൾ ഒരു ത്വര, മലയാളി എന്ന് പറയില്ല, ഹാബിലിന്റെ ത്വര. അപ്പം ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണ കൊണ്ടാണ്. അതായത് നമ്മളെ പേജ് കണ്ടാൽ എല്ലാവർക്കും അറിയാം, ലൈവാണ് എപ്പോൾ നോക്കിയാലും അല്ലേ. അതായത് നമ്മളെപ്പോഴും ഡെയിലി വീഡിയോസ് ഇടാറുണ്ട്, സ്റ്റോറീസ് ഇടാറുണ്ട്. ഓക്കെ, ആ ഒരു ഇതുകൊണ്ടൊക്കെ ആണ് എന്തായാലും അത്രയും ഫോളോവേഴ്സിനെ കിട്ടിയത്. പിന്നെ വേറെ കാര്യമുണ്ട്, അതായത് ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണതിൽ നമുക്ക് പബ്ലിക്കിന്റെ ഇടയിൽ കിട്ടുന്ന കുറച്ച് കാര്യമുണ്ട്. നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ആവും. രണ്ടാമത്തത് നമ്മളെ ബ്രാൻഡ് നെയിം എപ്പോഴും ആളുകളുടെ മനസ്സിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പതിയാണ്. കാരണം ഡെയിലി കാണുന്ന ഒരു വീഡിയോ, നമ്മളെ ഫേസ് ഡെയിലി ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആളുകള് ഫസ്റ്റ് പ്രാവശ്യം കാണുമ്പോൾ ചിലപ്പോൾ നോക്കിയില്ല, രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ നോക്കുന്നില്ല, മൂന്നാമത്തെ പ്രാവശ്യം നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ പേജിന്റെ പേരെന്താ നോക്കും. അതായത് നോർമലി വരുമ്പോൾ നോക്കും. 10 വട്ടം കണ്ടാൽ ചിലപ്പോൾ 10 പേര് കണ്ടാൽ 10 പേര് 10 വട്ടം കണ്ടാൽ അതിൽ മിനിമം ഒരാളെങ്കിലും നമ്മളെ പേജ് വിസിറ്റ് ചെയ്യും. 20 തവണ കാണുമ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അയാൾക്ക് ഇൻഫോർമേറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ നമ്മളെ ഫോളോ ചെയ്യും. ഇതാണ് നടക്കുന്നത്. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ തന്നെ. അപ്പം ഒരു നിങ്ങളും ഇതേമാതിരി ഒരു എന്താ പറയാ, മെയിനായിട്ട് നമ്മളെ പോലത്തെ 2 വീഡിയോ പ്രസന്റേഷൻ, അതെ നമ്മളെ പോലത്തെ വീഡിയോ പ്രസന്റേഷനൊക്കെ വെച്ചിട്ട് നിങ്ങളും അങ്ങനെ അതും വേണം. അതുമല്ല, മെയിനായിട്ട് ഒരു പേജ് ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളും ഈ ഒരു കാര്യം മൈൻഡിൽ കീപ്പ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സോ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും കെൻമിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനും ബയോയിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക.